അനിയന്ത്രിതമായി തുടർച്ചയായുള്ള ഇന്ധനവില വർധനയിലും വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ച സിപിഎം നേതൃത്വത്തിൽ വടക്കഞ്ചേരി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വടക്കഞ്ചേരി ചെറുപുഷ്പം ജംഗ്ഷനിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് തുടങ്ങിയത്. മന്നം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം സിപിഎം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വില 10 ദിവസത്തിനുള്ളിൽ 8 രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്ന് സുരേഷ് ബാബു പറഞ്ഞു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ സംസ്ഥാന നികുതി കുറച്ച് ജനങ്ങളുടെ അധിക ഭാരം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട UDF അധികാരത്തിലേറിയപ്പോൾ ഇന്ധന നികുതി കുറയ്ക്കുന്നത് മണ്ടത്തരമെന്നാണ് പറയുന്നത്. സർവ്വമേഖലയിലും വിലക്കയറ്റം സൃഷ്ടിക്കുന്ന ഇന്ധനവില വർധനയ്ക്ക് പുറമെയാണ് പാചകവാതകത്തിനും കേന്ദ്ര സർക്കാർ വില കൂട്ടിയത്. ഇതിനെതിരെ CPM പ്രതിഷേധം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യാതൊരു വിധത്തിലുള്ള സർക്കാർ നിയന്ത്രണവുമില്ലാതെ കുത്തകകൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. അത് യഥാർത്ഥത്തിൽ തുടങ്ങി വെച്ചത് കോൺഗ്രസ്സാണ്. പിന്നീട് അധികാരത്തിൽ 2014 അധികാരത്തിൽ വന്നിട്ടുള്ള BJP സർക്കാർ അതിവേഗതയിലാണ് ഈ രംഗത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വിലവർധനവിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് തന്നെ ലഭിച്ചിട്ടുള്ളത് ഏകദേശം 38 ലക്ഷം കോടി രൂപയാണ്. അധികമായി നികുതി ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ളത് 38 ലക്ഷം കോടി രൂപ. ഈ 25 ലക്ഷം കോടി രൂപയും ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കേണ്ട ചെസ്സും നികുതി വരുമാനവുമാണ്. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൊടുക്കേണ്ട നികുതി പോലും കൊടുക്കാതിരിക്കുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ചെസ്സും നികുതിയും ഈ രംഗത്ത് ഉയർത്തുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിൽ തന്നെ ഈ വരുമാനം കേന്ദ്രീകരിക്കുന്ന നിലയിലേക്ക് പെട്രോൾ ഡീസൽ വിലവർധന, പാചകവാതകത്തിന്റെ വിലവർധനവെല്ലാം കൊണ്ടെത്തിക്കുകയാണ്. ഏരിയ കമ്മിറ്റി അംഗം T കണ്ണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KN സുകുമാരൻ, CK ചാമുണ്ണി, ഏരിയ കമ്മിറ്റി അംഗം C തമ്പു എന്നിവർ പ്രസംഗിച്ചു. ഏരിയ സെക്രട്ടറി V രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.